നടുവേദനയുള്ളവരും ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവരും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എനിക്കിനി ജിമ്മിൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. ജിമ്മിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ത് എക്സസൈസ് ചെയ്യാം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അവരോട് എന്താണ്, ട്രെയിനറോട് എന്താണ് ഞാൻ പറയേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങൾ, ജിമ്മിൽ നടുവേദനയുള്ള ആൾക്കാർക്ക് ജിമ്മിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. അപ്പോൾ എന്താണ് ശരിക്ക് ഈ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നടുവേദനയുള്ള അല്ലെങ്കിൽ ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ജിമ്മിൽ പോകാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രശ്നമില്ലാതെ, നമ്മുടെ നടുവിൻ്റെ പ്രശ്നമാണെങ്കിലും ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിലും അതിന് പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എന്തൊക്കെ ചെയ്യാൻ പാടില്ല? കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ളത് ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള എക്സസൈസാണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ചാടി വീഴുന്ന രീതിയിലുള്ള എക്സസൈസ്, ജമ്പിങ് ജാക്സ്, അല്ലെങ്കിൽ ചാടി വീഴുന്ന അല്ലെങ്കിൽ കൂടുതൽ നേരം ഓടുന്ന, നല്ല സ്പീഡിൽ ഓടുന്ന രീതിയിലുള്ള എക്സസൈസ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കാരണം ഇത് നമുക്ക് ജമ്പിങ് ജാക്സ് പോലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഡിസ്കിന് തേയ്മാനമുള്ള ആൾക്കാർക്കും ഡിസ്ക് ബൾജുള്ള ആൾക്കാർക്കും അതിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനും അത് നമുക്ക് പെയിൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ കുനിഞ്ഞു നിന്നിട്ട് മുന്നോട്ടുള്ള ഹെവി വെയ്റ്റ് എടുത്തു പോകുക. ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ്, അത് ഡെഡ് ലിഫ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഓവർ ഹെഡ് പ്രസ്സായിട്ടുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ വലിയ ഹെവി ആയിട്ടുള്ള വെയ്റ്റ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഏറ്റവും പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ മുന്നോട്ട് വളഞ്ഞ് കുനിഞ്ഞിട്ട് വെയിറ്റ് എടുത്തു പോക്കുന്ന രീതിയിലുള്ള പരിപാടികൾ, അത് വലിയ വെയിറ്റുകൾ എടുത്തു പോക്കുന്ന രീതിയിലുള്ള പരിപാടികൾ തീർച്ചയായും ഒഴിവാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് വളഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ മിക്കപ്പോഴും നടുവിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് മുന്നോട്ട് വളഞ്ഞിട്ടുള്ള ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടും. അത് വെയ്റ്റ് ലിഫ്റ്റിംഗ് കൂടി കൂടുമ്പോഴേ വരുന്ന സമയത്ത് പിന്നെയും ഡിസ്കിൻ്റെ പ്രഷർ കൂടും. അപ്പോൾ അത് തള്ളി നിൽക്കുന്ന ഡിസ്ക് പുറകോട്ട് പോകാനും ആ നെർവിൻ്റെ മുകളിൽ കംപ്രസ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ഓൾറെഡി തേയ്മാനമായിട്ട് നിൽക്കുന്ന, നടുവേദന മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് പുറകോട്ട് എർണിയേറ്റ് ചെയ്യാനും അത് കാലിലേക്ക്, നെർവിൻ്റെ ഭാഗത്തേക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വളഞ്ഞിട്ട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ഉള്ളത് ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റാണ്. അതായത് നമ്മൾ സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ്ങോ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഒരു ലിമിറ്റിൽ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഹൈലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കുന്നതാണ് നന്നാവുക. അതും ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിൻ വരും. സൈഡിലുള്ള ജോയിൻറ്റുകളും അതുപോലെ മസിൽസിനെല്ലാം ക്യാച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹൈലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് വളഞ്ഞു നിന്നിട്ടുള്ള എക്സസൈസുകളാണ്. അത് മുന്നോട്ട് കുറേ നേരം ബെൻഡ് ചെയ്തിട്ടുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ രണ്ട് കാലും പൊക്കിയിട്ടുള്ള എക്സസൈസ്, നമ്മൾ കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കാലിൻ്റെ മുകളിൽ വെയിറ്റ് ഇട്ട് കൂടുതലായിട്ട് പൊക്കുന്നത്, അത് രണ്ടും നമ്മളെ ബാക്കിന് സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ വലിയ ഹെവി ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ കാലിലിട്ടിട്ട് പൊക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബാക്കിന് സ്ട്രെയിൻ ഉണ്ടാക്കും. അത്തരത്തിലുള്ള എക്സസൈസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അവർ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ട്രെയിനറുടെ സഹായത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അവരോട് നമ്മൾ പറയുക, എന്താണ് നമുക്ക് ബാക്കിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഡിസ്കിന് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കിന് പ്രശ്നം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒരുതരം ട്രെയിനർമാരെല്ലാം അവർ പറയും. അപ്പോൾ അതുകൂടാതെ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്ങും ട്വിസ്റ്റിങ്ങും ജമ്പിങ് ജാക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ, അപ്പോൾ അപ്പർ ബോഡിക്ക് ചെയ്യുന്ന എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ലോ ഇമ്പാക്റ്റ് കാർഡിയാക് എക്സസൈസ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത്? അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു വാമപ്പ് എന്തായാലും ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും നമുക്കൊരു വാമപ്പ് എന്തായാലും നിർബന്ധമാണ്. ജെൻറ്റിൽ മൂവ്മെൻറ്റ്സ്, എല്ലാ മസിൽസ് എല്ലാം സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു വാമപ്പ്, ചെറിയ രീതിയിലുള്ള നടത്തം അല്ലെങ്കിൽ ചെറിയ ജെൻറ്റിലായിട്ടുള്ള ഓട്ടം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വാമപ്പ് ചെയ്യാം. രണ്ടാമത്തെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ എപ്പോഴും സ്ട്രെച്ചിങ് എക്സസൈസോട് അവസാനിപ്പിക്കുക. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ മസിൽസും സ്ട്രെച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് നമുക്കൊരു ഗുണം ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക്
ഈ വലിയ ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്നതല്ലാതെ ചെറിയ രീതിയിലുള്ള ഡംബൽ കൊണ്ടുള്ള എക്സസൈസ്, അപ്പർ ലിംബ് എക്സസൈസ് ചെയ്യാം. അതുപോലെ ചെസ്റ്റിനുള്ള എക്സസൈസ് ചെയ്യാം. അപ്പർ ബോഡി എക്സസൈസ് എല്ലാം നമുക്ക് നോർമൽ ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, സ്ക്വാട്ട് ചെയ്തിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ സ്ട്രെച്ചിങ് എക്സസൈസ്, സൈഡ് സ്ട്രെച്ചിങ് ആണെങ്കിലും മറ്റുള്ള ബോഡി സ്ട്രെച്ചിങ്, സൈഡ് സ്ട്രെച്ചിങ്, ഫോർവേഡ് സ്ട്രെച്ചിങ് എക്സസൈസ് എല്ലാം നമുക്ക് ചെയ്യാം. റണ്ണിങ് ചെറിയ രീതിയിലുള്ള നമുക്ക് ഈ ട്രെഡ്മില്ലിൽ ചെറിയ രീതിയിൽ നടത്തം നമുക്ക് നോർമൽ നടത്തം തീർച്ചയായും ചെയ്യാം. അതുകൂടാതെ ഓട്ടവും ചെറിയ രീതിയിലുള്ള ചെറിയ സ്പീഡിലൊക്കെ നമുക്ക് ഓട്ടത്തിനൊന്നും പ്രശ്നമില്ല. അത് നമുക്ക് സാധാരണ പോലെ ലോ ഇമ്പാക്റ്റ് കാർഡിയാക് എക്സസൈസ് എല്ലാം ചെയ്യാം. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നടുവേദനയാണെങ്കിലും എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു വാമപ്പോഴു കൂടി തുടങ്ങി നല്ല സ്ട്രെച്ചിങ്ങോട് കൂടി അവസാനിപ്പിച്ച് ഇടയിൽ നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ തന്നെ ഈ ജിമ്മ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ജിമ്മ് നടുവേദന വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് നമ്മൾ ജിമ്മ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നടുവേദന സ്റ്റാർട്ട് ചെയ്ത് ജിമ്മിൽ പോയതിന് ശേഷമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ പോയി വലിയ ഹെവി വെയിറ്റൊക്കെ എടുത്ത് പോകുമ്പോൾ ഓൾറെഡി ചെറിയ ഡിസ്കിന് തേയ്മാനമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ക് ഹെർണിയേറ്റഡായി കാലിലേക്ക് പെയിന് വന്നോ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആൾക്ക് പിന്നെ അവർ ജീവിതത്തിൽ ജിമ്മിലേക്ക് പോവില്ല. പക്ഷേ അത്തരത്തിൽ നമ്മൾ ജിമ്മിലേക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ജിമ്മിൽ പോകുന്നതുകൊണ്ട് നടുവേദനയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ബാക്കിൻ്റെ മസിൽസ്, പാരാസ്പൈനൽ മസിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സിലുള്ള ഗ്ലൂട്ടിയൽ മസിൽസ്, ഹിപ്പിൻ്റെ തൈ മസിൽസ് ആൻഡ് ഹിപ്പ്, ഹാംസ്ട്രിങ് പോലെയുള്ള മസിൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെങ്തനിങ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ഈ ബാക്ക് പെയിനും ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവന്നാൽ വയറിൻ്റെ മസിൽസ്, അതുപോലെ അബ്ഡോമിനൽ മസിൽസും, നമ്മുടെ ബാക്കിൻ്റെ സപ്പോർട്ട് തന്നെ അബ്ഡോമിനൽ മസിൽസും അതുപോലെ തന്നെ ബാക്ക് മസിൽസും ഒരുമിച്ചാണ്. അപ്പോൾ ഈ രണ്ട് മസിൽസും നമ്മൾ ഈ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിന് ഒരു പരിധി വരെ മാറ്റം കിട്ടുകയും അതൊരു പ്ലസ് പോയിൻ്റാണ്. അതായത് നമുക്ക് അസുഖം മാറാൻ സഹായിക്കും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് റിഡക്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ജിമ്മിൽ പോയി എക്സസൈസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് കുറയും. അപ്പോൾ വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് നാച്ചുറലി നമുക്ക് ബാക്കിന് സ്ട്രെയിന് കുറയും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനും മസിൽസ് കോർ സ്ട്രെങ്തനിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കോൺസെൻട്രേറ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ജിമ്മിൽ പോകുന്നതുകൊണ്ട് അഡ്വാൻറ്റേജസ് ആണ്. ഈ ഡിസഡ്വാൻറ്റേജിനെ കൂടുതലും അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് അതിൻ്റെ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എക്സസൈസ് കൂടുതൽ ചെയ്ത് അതിൻ്റെ കൂടെ ഈ കാഫ് മസിൽസും ഹാംസ്ട്രിങ് മസിൽസ് എല്ലാം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതിന് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ജിമ്മിൽ പോകുന്നത് കൊണ്ട് നട്ടലിനും നടുവിൻ്റെ വേദനയുള്ള ആൾക്കാർക്കും മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇനി ഒരിക്കലും സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നടുവേദന ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ കഴുത്തിൻ്റെ വേദന ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ജിമ്മിൽ പോകാതിരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും ജിമ്മിൽ പോകണം. നമ്മൾ ഏറ്റവും നല്ലത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഫിസിയോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ ആരാണോ അവരുടെ അഡ്വൈസോടെ, നിങ്ങളെ അസുഖത്തെക്കുറിച്ച് അറിയുന്ന ഒരാളുടെ അഡ്വൈസോട് കൂടെ നിങ്ങൾ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നന്നാവുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് തിരിച്ച് നോർമൽ ട്രാക്കിലേക്ക്, ജീവിതത്തിലേക്ക് തന്നെ തിരിച്ച് വരാൻ പറ്റും. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.